ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു ഇൻഡിഗോ ഇൻസ്പിറേഷൻസ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇന്ന് നമ്മൾ ഈ ഫേസ് മാസ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് വേണ്ടത് ഒരു സ്ക്രാപ്പ് പീസ് തുണി, എംബ്രോയ്ഡറി ഹൂപ്പ്, കത്രിക, മെഷറിംഗ് ടേപ്പ്, കമ്പസ്, കുറച്ച് എംബ്രോയ്ഡറി ത്രെഡ്, ഒരു പെൻസിൽ, പിന്നെ കുറച്ച് മുത്തുകൾ, പിന്നെ ഒരു നോർമൽ ത്രെഡ് വേണം. ഈ വീഡിയോയിൽ ഞാൻ ഉപയോഗിക്കുന്നത് മെഷർമെൻറ്റ്സ് അഡൾട്ട്സിൻ്റെ മുഖത്തിന് ഫിറ്റ് ആവുന്നത് മെഷർമെൻറ്റ്സ് ആണ്. അപ്പോൾ അത് ഒരു 5 to 5.5 ഇഞ്ചസ് എടുക്കാം. പിന്നെ അതുകൊണ്ട് ഒരു സർക്കിൾ ഡ്രോ ചെയ്യണം. ഈ സർക്കിൾ ഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ട് വെട്ടിയെടുക്കണം. ഈ പീസ് വെട്ടിയിട്ട് നമുക്ക് 2 പ്രാവശ്യം മടക്കണം. 2 പ്രാവശ്യം മടക്കിയിട്ട് ഇത് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് 4 പീസ് കിട്ടും. പിന്നെ കൈകൊണ്ട് തന്നെ ഇവിടെ ഒരു സിമ്പിൾ സ്ട്രേറ്റ് സ്റ്റിച്ച് ചെയ്യണം. സ്ട്രേറ്റ് സ്റ്റിച്ച് അല്ലെങ്കിൽ റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയും. ഒരു പോയിന്റ് നോട്ട് ചെയ്യാനുണ്ട്. ഞാൻ ഇവിടെ കറുത്ത ത്രെഡ് ഉപയോഗിക്കുവാണ് വൈറ്റ് ക്ലോത്തിൽ. ഇത് ഈ സ്റ്റിച്ച് എടുത്ത് കാണിക്കാനാണ്. നിങ്ങൾ ചെയ്യുമ്പം മാച്ചിങ് കളർ ത്രെഡ് ഉപയോഗിക്കണം. ഈ പ്രത്യേക ഫേസ് മാസ്കിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് കൈകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മെഷീനും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് എളുപ്പം തന്നെ കൈകൊണ്ട് തന്നെ ചെയ്യാൻ ഉള്ളൂ. പിന്നെ ഇത് നമ്മളുടെ ഇഷ്ടത്തിൽ ഡിസൈനൊക്കെ വരയ്ക്കാം. പിന്നെ നമ്മളുടെ കറക്റ്റ് സൈസും കിട്ടാൻ ഇത് ഈസി ആയിരിക്കും. ഈ ഫേസ് മാസ്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഗ്യാരണ്ടി ആണ് വേറെ ആർക്കും ഈ സെയിം ഫേസ് മാസ്ക് ഇല്ലായിരിക്കും. കാരണം ഇത് ഒരു യുണീക്ക് പീസാണ്. അപ്പോൾ ഈ 2 പീസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പീസ് തിരിച്ച് മടക്കി വയ്ക്കണം. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈന് ഈ പീസിൽ വരയ്ക്കാം. ഒരു കാര്യം നോട്ട് ചെയ്യണം, പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് എഡ്ജിൽ നിന്ന് വിട്ടിട്ടാണ് വരയ്ക്കുന്നത്. കാരണം നമ്മളിത് മടക്കുമ്പോൾ ഈ ഡിസൈൻ ചിലപ്പോൾ മറിഞ്ഞു പോകും. ഈ ഡിസൈൻ ഇപ്പോൾ ഡ്രോ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ എംബ്രോയ്ഡറി കൊണ്ട് തുടങ്ങാൻ പോവാണ്. ഒരു കളർ എടുത്തിട്ട് അത് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് മറ്റേ കളർ എടുക്കാനായിരിക്കും കുറച്ചുകൂടി ഈസി. അപ്പോൾ ഞാൻ ആദ്യം എടുത്ത കളർ പച്ച കളറാണ്. ഈ ത്രെഡാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ആദ്യം ചെയ്യുന്നത് എംബ്രോയ്ഡറി സ്റ്റിച്ച്, ഒരു ബാക്ക് സ്റ്റിച്ച് ആണ്. ഇത് ഫ്ലവറിൻ്റെ സ്റ്റെം തയ്ക്കാൻ ഉപയോഗിക്കുവാണ്. ഈ എംബ്രോയ്ഡറി ചെയ്യാൻ നിങ്ങൾക്ക് എംബ്രോയ്ഡറി ഹൂപ്പ് ഇപ്പം ഉപയോഗിക്കാം. എനിക്ക് എംബ്രോയ്ഡറി കൈകൊണ്ട് തന്നെ ചെയ്യാനാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എംബ്രോയ്ഡറി ഹൂപ്പ് ഉപയോഗിച്ചില്ല.
ഇനി അടുത്ത എംബ്രോയ്ഡറി സ്റ്റിച്ച് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ലേസി ഡേസി സ്റ്റിച്ചാണ്. ഇത് ഫ്ലവർ പെറ്റൽസ് തയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇത് ഒരു ലേസി ഡേസി സ്റ്റിച്ച് കുറച്ചുകൂടെ ക്ലോസപ്പ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിക്കാൻ പോവാണ്. നമുക്ക് പല പല കളേഴ്സ് ഉപയോഗിക്കാം ഈ ഫേസ് മാസ്കിന് കുറച്ചുകൂടെ ഭംഗി കാണിക്കാൻ. എൻ്റെ മൂന്നാമത്തെ സ്റ്റിച്ച് ഒരു ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചാണ്. ഇത് ഒരു ചെറിയ റോസാപ്പൂവിൻ്റെ ലുക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ നമ്മളുടെ എംബ്രോയ്ഡറി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പീസിൻ്റെ പുറകിൽ പേന കൊണ്ട് 4 ഭാഗത്തിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഈ സ്ട്രെയിറ്റ് ലൈനിലാണ് നമ്മൾ മറ്റേ പീസ് കൊണ്ട് അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മറ്റേ പീസ് എടുത്തിട്ട് രണ്ടും റൈറ്റ് സൈഡ് അപ്പ് വെച്ചിട്ട് ഇത് മടക്കി എടുക്കണം. ഇപ്പോൾ രണ്ട് വശത്തിലും നമ്മളുടെ റോങ് സൈഡ് സ്റ്റിച്ചസ് ആണ് കാണിക്കുന്നത്. ഈ രണ്ട് പീസ് ഇനി ഒരുമിച്ച് അലൈൻ ചെയ്ത് വയ്ക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ മാസ്ക് തയ്ക്കുമ്പോൾ ചില ഗ്യാപ്പോ ഫോൾഡ് വല്ലതും വരും. അപ്പോൾ ഇത് പ്രോപ്പർലി അലൈൻഡ് ആണത് ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ തയ്ക്കുമ്പോൾ അറ്റം മുതലല്ല തുടങ്ങുന്നത്, കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് തിരിച്ച് മറിക്കാൻ എളുപ്പമാവും. ഞാൻ ഇവിടെ ബാക്ക് സ്റ്റിച്ചാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കാരണം ബാക്ക് സ്റ്റിച്ച് വളരെ ഒരു നല്ല ഫേം ഉള്ളൊരു സ്റ്റിച്ചാണ്. ഈ സ്റ്റിച്ച് ഉപയോഗിക്കുമ്പോൾ രണ്ട് തുണി ടൈറ്റായിട്ടിരിക്കും. റണ്ണിങ് സ്റ്റിച്ചിൻ്റെയും സ്ട്രെയിറ്റ് സ്റ്റിച്ചിനെ കാട്ടി വളരെ സ്ട്രോങ് ആണ്.
ഇനി നമുക്കിത് തിരിക്കാം. ഇപ്പോൾ വേണമെങ്കിൽ ഇതൊന്ന് തേച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് ആ ഓപ്പണിംഗ് ഗ്യാപ്പ് ഒന്ന് തയ്ച്ച് ക്ലോസ് ചെയ്യാം. ഞാനിവിടെ കറുത്ത കളർ ത്രെഡാണ് ഉപയോഗിക്കുന്നത് വൈറ്റ് ക്ലോത്തിന്. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് മാച്ചിങ് കളർ ത്രെഡായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഉപയോഗിക്കാൻ. ഇപ്പോൾ ഞാൻ ഒരു സൈഡ് വെച്ച് ചെയ്തിരിക്കുകയാണ്. ഈ സ്ട്രിങ് അറ്റാച്ച് ചെയ്തിട്ട് പിന്നെ സൈഡ് ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത സൈഡ് എങ്ങനെയാണ് തയ്ക്കുന്നത് നോക്കാം. പക്ഷേ അതിൻ്റെ മുമ്പേ ഈ സ്ട്രിങ് എങ്ങനെയാണ് ഞാൻ എടുത്തത് കാണിക്കാം. ഞാനൊരു അപ്രോക്സിമേറ്റ്ലി 6 ഇഞ്ച് എടുത്ത ഒരു 2 സ്ട്രിങ് ആണ്. അത് ഒരുമിച്ച് കെട്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മുത്തുകൾ ഇട്ടിട്ട് ഇനി നമ്മൾ ഈ 2 അറ്റം ഒന്ന് തയ്ച്ച് പിടിപ്പിക്കും. ഈ സ്ട്രിങ് എലാസ്റ്റിക് ആണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. എൻ്റെ കയ്യിൽ എലാസ്റ്റിക് ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ നോർമൽ സ്ട്രിങ് ആണ് ഉപയോഗിച്ചത്. നമ്മൾ എലാസ്റ്റിക് ഇല്ലാത്ത സ്ട്രിങ് ഉപയോഗിക്കുമ്പോൾ മുഖത്തിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്സ് എടുത്തിട്ട് ആയിരിക്കണം ഈ സ്ട്രിങ് വെട്ടിയെടുക്കുന്നത്. ഇനി നമ്മൾ ഈ സ്ട്രിങ് ഈ സൈഡിലോട്ട് എടുത്ത് മടക്കിയിട്ട് ഇവിടെ ഒന്ന് തയ്ച്ച് പിടിപ്പിക്കും. ഞാനിവിടെ ഹെമ്മിങ് സ്റ്റിച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ഫൈനലി നമ്മളുടെ ഫേസ് മാസ്ക് ഇപ്പം റെഡിയാണ്. ഇനി നിങ്ങൾ പുറത്ത് പോകുമ്പം ഈ ഫേസ് മാസ്ക് വീട്ടിൽ മറക്കത്തില്ല. ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യണം. നമ്മൾക്ക് ഇനിയും കാണാം.